മരണപ്പെട്ട അല്ലെങ്കിൽ കൊല്ലപ്പെട്ട അപ്രത്യക്ഷമായ ഇല്ലാതായിരുന്ന ജീവിതം ആ ജീവനായി വീണ്ടും എൻ്റെ പിന്നാലെ അല്ലെങ്കിൽ ഞാൻ പോയ സ്ഥലത്ത് വെച്ച് ഞാൻ കണ്ടു, എനിക്ക് കാണാൻ സാധിച്ചു, എന്നെ ശല്യം ചെയ്തു എന്നുള്ളതെല്ലാം പ്രിയപ്പെട്ട മക്കളെ ഉപബോധ മനസ്സിലെ നമ്മുടെ ചിന്തകളാണ്. ആ വ്യക്തിയെക്കുറിച്ചോ ആ സാഹചര്യത്തെക്കുറിച്ചോ ആ സന്ദർഭത്തെക്കുറിച്ചോ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ അതിൽ നിന്ന് രൂപപ്പെടുന്ന ആ ഒരു കാഴ്ചപ്പാടാണ് എപ്പോഴും നമ്മൾ പറയുക, ഞാൻ ഭൂതത്തെ കണ്ടു, ഞാൻ ആ വ്യക്തിയെ കണ്ടു, ഞാൻ ആ വ്യക്തിയെ രാത്രിയിൽ എന്നോട് വന്ന് സംസാരിക്കുന്നതായി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈശോ വ്യക്തമായി കാണിച്ചു തരികയാണ്, അങ്ങനെ ഒരു മനുഷ്യൻ ഒരു ജീവിതം അവസാനിപ്പിച്ച് ഭൂമുഖത്തു നിന്നും മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ കൈകളോ കാലുകളോ മറ്റുള്ള യാതൊരു വിധമായിട്ടുള്ള ശാരീരികമായ പ്രത്യേകതകളോ കൂടെ ആ വ്യക്തിയെ നമുക്ക് വീണ്ടും കാണാൻ സാധ്യമല്ല. കൈകളോ കാലുകളോ കണ്ണുകളോ മുഖം ഒന്നുമില്ലാതെ ആ വ്യക്തി നമ്മെ ഒരിക്കലും സ്വാധീനിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കുക. കാരണം മരണത്തിലൂടെ ആ വ്യക്തി മാറ്റപ്പെട്ടു, മണ്ണോട് അലിഞ്ഞു ചേർന്നു. ഇനി നിലനിൽക്കുന്നത് ആ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകളാണ്, ആലോചനകളാണ്, ജീവിച്ചിരുന്നപ്പോൾ ആ വ്യക്തി ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, ആ വ്യക്തിനടുത്തുള്ള ഭീതികളാണ്, അല്ലെങ്കിൽ നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്ന ആ ദുരൂഹ സാഹചര്യത്തെ ആയിരിക്കും. ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മളെ പല പ്രാവശ്യമായി ചിന്തിപ്പിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായും ആ വ്യക്തിയെ നേരിട്ട് കാണുന്ന അനുഭവത്തിലേക്ക് ഉപബോധ മനസ്സ് നമ്മെ എത്തിക്കുന്നു. ഇത് തന്നെയാണ് കർത്താവ് യേശു മിശിഹായുടെ ഉത്ഥാനത്തിന് ശേഷം നടന്ന സന്ദർഭങ്ങളിൽ സ്നേഹിതന്മാർക്കുണ്ടായത്. അവർ കരുതുകയാണ് ഇത് ഭൂതമാണ്, കൈകളിലും കാലുകളിലും ഒക്കെ ഉണ്ട്, ഞങ്ങളോട് സംസാരിക്കുന്നു, ഇതാ മനുഷ്യൻ തന്നെ അല്ലെ ആ വ്യക്തിത്വം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു ഭൂതത്തെ എന്ന പോലെ ഈശോയെ ദർശിക്കുക. അപ്പോൾ പറയുകയാണ്, നിങ്ങൾ കാണുന്നത് മൗക്തീകരിക്കപ്പെട്ട അല്ലെങ്കിൽ മഹത്വീകരിക്കപ്പെടുന്ന ശരീരത്തോടു കൂടിയുള്ള കർത്താവായ യേശു മിശിഹായാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയണം. എനിക്ക് ഉള്ള ഈ മുറിവുകൾ നിങ്ങൾ കാണണം, എനിക്കുള്ള ഈ വലിയ പീഡാസനത്തിൻ്റെ ഓർമ്മ നിങ്ങൾക്കുണ്ടാകണം. ഇത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഞാൻ കർത്താവും ദൈവവുമായ നസറായ യേശു ക്രിസ്തുവാണെന്ന് നിങ്ങൾക്ക് ബോധ്യമാവുകയുള്ളൂ. അറിവില്ലായ്മയുടെയും പക്വതക്കുറവിൻ്റെയും വലിയൊരു താഴ്ചയിൽ നിന്നാണ് സ്നേഹിതന്മാരെ ഈശോ ഉയർത്തുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരമുള്ള അനുഭവങ്ങൾ വരുമ്പോൾ കർത്താവായ യേശു മിശിഹായിലുള്ള ബോധ്യവും അടിയുറച്ച വിശ്വാസത്തിൻ്റെ ഉറപ്പും നമുക്ക് ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള ചിന്തകൾ പലപ്പോഴും നമ്മെ സ്വാധീനിക്കും. നമ്മൾ അതുകൊണ്ട് പല അച്ഛന്മാരുടെ അടുത്ത്